നമസ്കാരം. എല്ലാ മനഃപ്രേക്ഷകർക്കും നമ്മുടെ ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. എന്നൊരു ചോദ്യം വന്നിരിക്കുന്ന ആഭിചാരം കൂടോത്രം ഇവ സത്യമാണോ? ഇവ നമുക്ക് ബാധിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ ഇതിന് തിരിച്ചടി ഉണ്ടാകുമോ എന്നൊക്കെ ഒരു ചോദ്യം അവിടെ വന്നിരിക്കുന്നത്. ഒരു പ്രശ്നം വെക്കാൻ വന്ന ഒരാൾ ചോദിച്ചതാണ്. അപ്പം അത് വന്ന ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ പേരും ഡീറ്റെയിൽസ് ഒന്നും ഞാനിവിടെ പറയുന്നില്ല. ആള് അനേക കാലമായിട്ട് സർക്കാർ ജോലിക്കാരനായിരുന്നു. വലിയ വലിയ പോസ്റ്റുകളിലൊക്കെ എത്തിയിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന് പക്ഷെ ഒന്നും ജീവിതത്തിൽ സമ്പാദിക്കാൻ പറ്റിയിട്ടില്ല. അദ്ദേഹത്തിന് കുടുംബം പോലും കൈവിട്ട അവസ്ഥയാണ്. ഒരുപാട് പുള്ളി ഈ ആഭിചാര ദോഷം കാരണം വലയുകയുണ്ടായി. കേരളത്തിൽ ഒരുപാട് ജ്യോത്സ്യന്മാരെ, ഒരുപാട് പൂജാരിമാരെ കണ്ടു. അദ്ദേഹത്തിന് ഒരു പ്രതിവിധിയായില്ല. അപ്പം അങ്ങനെയാണ് ഇറങ്ങിത്തിരിഞ്ഞ് നമുക്ക് സമ്പത്തിയുള്ളപ്പോൾ നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകും. പൈസ ഇല്ലാതാവുന്ന അവസ്ഥയിൽ ഈ മെഡിക്കൽ കോളേജിലൊക്കെ നമ്മൾ പോകത്തില്ലേ. എന്ന് പറഞ്ഞ പോലെ എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ഇവിടെ വന്ന് ഒരു പ്രശ്നമൊക്കെ ചിന്തിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നോട് തിരുമേനി എല്ലാ ജ്യോത്സ്യന്മാരും കാര്യങ്ങൾ പറയാറുണ്ട്, പറയുന്ന ഫലങ്ങളൊക്കെ കറക്റ്റാണ്, 99% ഫലങ്ങൾ കറക്റ്റാണ്, പക്ഷെ എനിക്ക് റിസൾട്ട് അങ്ങോട്ട് ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഞാൻ പ്രശ്നം നോക്കി. നമ്മുടെ ഉപാസനാബലത്തിന് ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന് മഹാഭിചാരം എന്ന് പറഞ്ഞ അവസ്ഥയുണ്ട്. ആ മഹാഭിചാരം ബാധിച്ചതാണ്. മഹാഭിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ യന്ത്രത്തകിടുകളിൽ അദ്ദേഹത്തിൻ്റെ പേര്, നക്ഷത്രം, അമ്മയുടെ പേര്, അച്ഛൻ്റെ പേര്, വീട്ടുപേര്, മുടി, നഖം, കാൽച്ചുവട്ടിലെ മണ്ണ് ഇവയൊക്കെ എടുത്തിട്ട് നമ്മളങ്ങനെയുള്ള കർമ്മങ്ങൾ, നമ്മൾ സൽക്കർമ്മങ്ങൾ ദുഷ്കർമ്മങ്ങൾ ചെയ്യാറില്ല. ഇങ്ങനെയുള്ള വസ്തുക്കൾ അദ്ദേഹം ഉപയോഗിച്ച് എന്തെങ്കിലും ഷർട്ടോ എന്തെങ്കിലും ഒരു വസ്തു ചേർത്ത് കുപ്പിക്കകത്ത്, ചില്ലു കുപ്പിക്കകത്ത് അത് ഇത്ര ദിവസത്തെ കർമ്മങ്ങൾ ചെയ്ത് ചില്ലു കുപ്പിക്കകത്തിട്ട് അത് അടച്ച് ഒഴുക്ക് വെള്ളത്തിൽ ഒഴുക്കും അവസ്ഥയുണ്ട്. അല്ലെങ്കിൽ ഇത് നമുക്ക് കല്ല് കെട്ടിയിട്ട് ഏതെങ്കിലും പുഴയിൽ ഒക്കെ കടലിലോ ഒക്കെ ഇടുന്ന അവസ്ഥകളുണ്ടാവും. അങ്ങനെ പുഴയിലിടുന്നതാണ് ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അങ്ങനെ ഈ പുഴയിൽ ഒഴുക്ക് കൂടുന്ന അവസ്ഥയിൽ ഇദ്ദേഹത്തിന് പ്രശ്നങ്ങളും ഭയങ്കര കൂടുതലായിരിക്കും. ഒഴുക്ക് കുറയുന്ന അവസ്ഥയിൽ പ്രശ്നങ്ങളുണ്ട്, എന്നാലും താരതമ്യേന കുറവായിരിക്കും പ്രശ്നങ്ങൾ. അപ്പം അങ്ങനെ ഒരവസ്ഥ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് കൂടുതൽ വിശ്വാസം ഉണ്ടായി. ഞാൻ വേണ്ട പരിഹാരങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അതിനുശേഷം അദ്ദേഹത്തിന് വളരെ മാറ്റങ്ങളുണ്ടായ അവസ്ഥ അദ്ദേഹം പറഞ്ഞിട്ട് പിന്നെ ധാരാളം ആൾക്കാർ വരികയുണ്ടായി. അപ്പം ഇതേ പ്രശ്നങ്ങളുള്ള ആൾക്കാരുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് അവർക്കൊരു വീഡിയോ ആയിട്ട് നമുക്കത് ചെയ്യാമെന്ന് കരുതിയത്. നമുക്ക് ധാരാളം യുക്തിവാദികളും നിരീശ്വരവാദികളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഈശ്വരനെ വിശ്വസിക്കുന്ന നല്ലൊരു ശതമാനം ആൾക്കാർ ഭൂമിയിലുണ്ട്, ഭഗവാനെ വിളിക്കുന്നവർ. അത് ഏത് സമുദായം ആയിക്കോട്ടെ, അത് ഉള്ളത് തന്നെയാണ്. ഈശ്വരനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോസിറ്റീവിനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നെഗറ്റീവിനെ വിശ്വസിച്ചേ പറ്റത്തുള്ളൂ. ഈശ്വരനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ചെകുത്താനെ വിശ്വസിച്ചേ പറ്റുള്ളൂ. അതായത് കലിയുഗത്തിൽ കലി ഉറ്റമിത്രങ്ങളെയും ബന്ധുക്കളെയും പോലും ശത്രുവാക്കും എന്ന് ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ ശത്രുതാ മനോഭാവം തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്കൊരാളുടെ നഷ്ടത്തിനെ പറ്റി ചിന്തിക്കത്തില്ല, ഒരാൾക്കൊരാളുടെ ലാഭത്തിനെ പറ്റി, അവരുടെ ഉയർച്ചകളെ പറ്റി ചിന്തിക്കുകയുള്ളൂ. ആ ഉയർച്ചകൾ ഇല്ലാതാവാൻ, ലാഭങ്ങൾ ഇല്ലാതാവാൻ, അവരുടെ ആവശ്യങ്ങൾ അല്ലെ അവരുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാതിരിക്കാൻ എന്തും ത്യജിക്കാൻ തയ്യാറായിട്ട് ആൾക്കാരുണ്ട്. ഈ 2025 ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ചെയ്യുന്നവരുണ്ടോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്, പലയിടത്തും ഉണ്ട്. അത് ഒരു അത്ര ബോർഡും വെച്ച് അല്ലെങ്കിൽ പരസ്യം കൊടുത്തിരിക്കുന്നില്ല എങ്കിൽ പോലും അങ്ങനെയുള്ള ആൾക്കാർ, അങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ ഇന്ന് ധാരാളമായിട്ട് എല്ലാ ജില്ലകളിലും ഉണ്ട്. അത് നഗ്നമായ ഒരു അല്ലെങ്കിൽ രഹസ്യമായ ഒരു പരസ്യം തന്നെയാണ്. രഹസ്യമായിട്ടുള്ള അവസ്ഥ എന്നാൽ എല്ലാവർക്കും അറിയുകയും ചെയ്യാം, പരസ്യമാണ്. അപ്പം അങ്ങനെ ഈ ദോഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിളിക്കാതെ വരുന്ന കാര്യങ്ങളാണ്. അതുപോലെ വിളിച്ചെങ്കിൽ മാത്രമേ ഭഗവാൻ അനുഗ്രഹം, ഈശ്വരാനുഗ്രഹം നമുക്ക് വരുള്ളൂ. അപ്പം ഇതിനകത്ത് ആഭിചാരം തന്നെ നമുക്ക് ഷഡ്കർമ്മമായിട്ട് സ്തംഭനം, മാരണം, ഉച്ചാടനം, വിദ്വേഷണം ഇങ്ങനെയൊക്കെയുള്ള കർമ്മങ്ങളായിട്ടാണ് ആഭിചാര കർമ്മങ്ങൾ നമുക്ക് ചെയ്യുന്നത്. ആഭിചാര കർമ്മങ്ങളുടെ ലക്ഷണങ്ങളൊക്കെ നമ്മുടെ ഈ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. വീണ്ടും അത് പറഞ്ഞ് ഒരു ബോറാക്കുന്നില്ല. ആഭിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിചാരം, അതായത് അനാവശ്യമായിട്ടുള്ള ചിന്തകൾ തലയിൽ കയറ്റിയിട്ട് നമുക്ക് ദുർവിചാരങ്ങൾ, ദുരാഗ്രഹങ്ങളൊക്കെ തോന്നിയിട്ട് ഒരാളുടെ ആഗ്രഹങ്ങൾക്ക് ഒരാൾ തടസ്സമായിട്ട് വരുന്നു എന്ന് കാണുമ്പോൾ ഇങ്ങനെയുള്ള അഭിചാരം ചെയ്യുന്ന വ്യക്തികളെ കൊണ്ട്, അല്ലെങ്കിൽ ദുർമന്ത്രവാദം, കവളാചാര പ്രകാരമുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തികളെ കൊണ്ട് ദുഷ്കർമ്മങ്ങൾ ചെയ്ത് ഈ പറഞ്ഞ പോലെ തന്നെ ഭൂമി കുഴിച്ചിടുന്ന അവസ്ഥകളുണ്ട്. അതിനെ ക്ഷുദ്രാഭിചാരം എന്ന് പറയും. ഇനി അന്യമന്ത്ര യന്ത്രയജനം, അന്യമസ്തരായിട്ടുള്ള ആൾക്കാരെ കൊണ്ട് ഓരോ കർമ്മങ്ങളൊക്കെ ചെയ്ത് അതിൽ ഭസ്മങ്ങളായിട്ടുള്ള അവസ്ഥകൾ കൊണ്ടുവന്നിട്ടും അതിനെ ചൂർണപ്രയോഗം എന്നൊക്കെ പറയാറുണ്ട്.
ചൂർണങ്ങൾ കൊണ്ടുവന്ന് ജപിച്ച് നമുക്ക് ഈ അന്തരീക്ഷത്തിൽ കൊണ്ടുവന്ന് ഊതിവിടും. അത് നമുക്ക് മറികടക്കും തോറും തടസ്സങ്ങൾ, സ്തംഭനാവസ്ഥ, സ്തംഭനജാതം എന്നൊക്കെ പറയാറുണ്ട്. സ്തംഭനാവസ്ഥ നമുക്ക് ഉണ്ടാക്കുന്ന അവസ്ഥ നമുക്ക് ഉണ്ടാവും. ഈ ക്ഷുദ്രം എന്ന് പറഞ്ഞാലും കുഴിച്ചിടുമ്പം നമുക്ക് ഈ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ നമുക്ക് അറിയത്തില്ല. പക്ഷെ എല്ലായിടത്തും നമ്മളെ അങ്ങ് വരിഞ്ഞു മുറുക്കുന്ന അവസ്ഥയാണ്. ഒരു കെട്ടഴിക്കുമ്പോൾ 2 കെട്ട് മുറുകുന്ന അവസ്ഥയാണ്. ക്ഷേത്രങ്ങളിൽ പോകാൻ തോന്നുന്നില്ല, ഈശ്വര വിചാരം ഇല്ലാതാവും, ഈശ്വരനെ പ്രാർത്ഥിക്കുന്നവരെ കളിയാക്കും. അപ്പം അങ്ങനെയുള്ള എല്ലാം കൊണ്ടും ഒരുപാട് ദുരിതങ്ങൾ കൂടുമ്പോഴാണ് ആത്മഹത്യ പോലുള്ള കാര്യങ്ങളൊക്കെ ആൾക്കാർ ചെയ്യുന്നത്. അപ്പം അത് അഭിചാരത്തിൽപ്പെട്ടത് തന്നെയാണ്. അപ്പം അങ്ങനെ ഇനി കൂടോത്രം എന്ന് പറയാം. കൂടോത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഢപത്രം, ഗൂഢ ഉദ്ദേശത്തോടെ, അതായത് എന്ത് കാര്യത്തിനാണെന്ന് ആ ആളിന് മാത്രമേ അറിയാൻ പറ്റൂ. ആണ് ഗൂഢ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പഴയ കാലത്ത് ഗൂഢോത്രം എന്നായിരുന്നു, പിന്നെ പറഞ്ഞ് കൂടോത്രമായിട്ട് മാറിയതാ. കുക്കുട ചിരസ്, അതായത് കോഴിത്തലയില്, മുട്ടയില്, വെള്ളരിക്കയില്, ആൾപ്പൊക്കമുള്ള വെള്ളിനൂല്, അങ്ങനെയുള്ള പല വസ്തുക്കൾ ഉപയോഗിച്ച്, തകിടുകൾ ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഓരോ കർമ്മങ്ങളൊക്കെ ചെയ്ത് കരിക്ക് വെട്ടി അതിനകത്ത് ഈ പറഞ്ഞ വസ്തുക്കളൊക്കെ ഇട്ട് അത് മൂടിക്കെട്ടി അത് അടുപ്പിൽ വെച്ച് ഇത്ര ദിവസം തീ കത്തിച്ച് അതിനെ തിളപ്പിക്കും. അത് തിളയ്ക്കുമ്പോൾ നമുക്ക് നമ്മുടെ ശരീരം എന്ന് സങ്കല്പിച്ചാണ് നമ്മൾ തിളപ്പിക്കുന്നത്. അപ്പോൾ ശാരീരികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ഉറക്കമില്ലായ്മ, വിശപ്പില്ലായ്മ, ദാഹമില്ലായ്മ, പരവേശം, എന്തെന്നില്ലാത്ത അസ്വസ്ഥതകൾ, രോഗങ്ങൾ, പ്രതിസന്ധികൾ, പ്രത്യാഘാതങ്ങൾ, നമ്മൾ പണ്ടേക്ക് നമ്മൾ ചെയ്ത നിസ്സാര ആയിട്ടുള്ള ചെറിയ തെറ്റുകൾ പോലും വലിയ രീതിയിലാവുന്ന അവസ്ഥകൾ, കേസ് വഴക്കുകൾ, ചെയ്യാത്ത തെറ്റിന് പഴിയേക്ക്, അപമാനങ്ങൾ, അപവാദങ്ങൾ, ഇവയൊക്കെ നമുക്ക് ഉണ്ടാവും. സഹായിക്കാനും ഇല്ലാതെ വരിക, സഹായിക്കാൻ വരുന്നവർക്ക് തട്ടുകൾ ഉണ്ടാവുക, ഒന്നിലും ഉറച്ചു നിൽക്കാൻ വരത്തില്ല. നമ്മൾ എത്ര നല്ലതായിട്ട് ഒരാൾ സഹകരിച്ചിട്ടും അവർ നമുക്ക് ശത്രുവായിട്ട് മാറുന്ന അവസ്ഥ നമുക്ക് തന്നെ അറിയാമേ. നമുക്ക് ശത്രുക്കൾ അവിടെ നിന്നൊക്കെ ഉണ്ടാകുന്നത്. ഇതൊക്കെ ഗൂഢോത്രം കൊണ്ട് അല്ലെങ്കിൽ കൂടോത്രം കൊണ്ടുണ്ടാകുന്ന അവസ്ഥകളാണ്. അപ്പം അങ്ങനെ നമുക്ക് ആഭിചാരമായാലും കൂടോത്രമായാലും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഉള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇത് അനുഭവിക്കാൻ ധാരാളം ആൾക്കാർ ഇന്ന് ഭൂമിയിലുണ്ട്, കേരളത്തിലുണ്ട്. ഇത് അങ്ങനെയാണോ ചോദിക്കും, പാകിസ്ഥാനെതിരെ കൂടോത്രം ചെയ്താൽ പോരെ, അല്ലെങ്കിൽ വേറെ രാജ്യത്തിന് യുദ്ധസന്നാഹങ്ങളൊന്നും വേണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാർ കാണും. ഇതൊക്കെ മണ്ടൻ ചോദ്യങ്ങളാണ്. ചിലർ പറയും നമുക്ക് ആഭിചാരം അറിഞ്ഞാലേ നമുക്ക് ബാധിക്കൂ എന്ന് പറയും. മനുഷ്യനെ 3ആയിട്ട് തരംതിരിക്കാം. ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് പരിഹരിക്കുന്നവരുണ്ട്, പ്രശ്നത്തിൽ പെട്ട് പരിഹരിക്കുന്നവരുണ്ട്. ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഇതെന്ന് അറിഞ്ഞാലും അല്ലെ അറിഞ്ഞില്ലേലും ഇതിൽ പെട്ട് കിടക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പം നമ്മൾ ഒരിക്കലും 3ാം തരക്കാരാവാതിരിക്കുക, 2ാം തരക്കാരെങ്കിലും ആവുക. നമുക്ക് ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങളോ ഈ പറഞ്ഞ വിഷയങ്ങളോ ഒക്കെ നമുക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വിശ്വാസമുള്ള ഒരുപാട് ജ്യോത്സ്യന്മാരെ കണ്ട് കാര്യമില്ല. അടുത്തൊരു ഇങ്ങനെ ഒരു 100 രൂപ കൊടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ച് 100 രൂപയും പൊക്കി എടുത്ത് രാവിലെ അങ്ങ് ഇറങ്ങും, ഓരോ ജ്യോത്സ്യന്മാരെ കാണാൻ അങ്ങ് ഇറങ്ങും. ഓരോ ജ്യോത്സ്യന്മാരെ കണ്ട് ചിലരോട് വരുമ്പോൾ 10-12 ജ്യോത്സ്യന്മാരെ കണ്ട ചാർത്തും കൊണ്ടാണ് വൈകുന്നേരം ഇവിടെ വരുന്നത്. അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു ജ്യോത്സ്യനെ കാണുക, അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക, കേൾക്കുക, ആ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ചെയ്യുക. ആ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാവും. മാറ്റം അനിവാര്യമാണ്, എല്ലായ്പ്പോഴും മാറ്റം ഉണ്ടാവും. നമ്മൾ വിചാരിക്കണം മാറ്റം ഉണ്ടാവണം എങ്കിൽ. ഞാൻ പറയാറുണ്ട്, എന്നെ കാണാൻ വന്നുകൊണ്ട് ആർക്കും ഒരു മാറ്റം ഉണ്ടാകത്തില്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തെങ്കിലേ മാറ്റങ്ങൾ ഉണ്ടാവും. അങ്ങനെയുള്ളവർ വന്നാൽ മതി എന്ന് ഞാൻ പറയാറുണ്ട്. ചിലർ വഴിപാടുകൾക്ക് മാത്രമായിട്ട് വരാറുണ്ട്. വഴിപാട് കൊണ്ട് എല്ലാ വിഷയങ്ങളും മാറത്തൊന്നുമില്ല. എല്ലാ വിഷയവും വഴിപാട് കൊണ്ട് മാറത്തില്ല, അത് ഞാൻ ഉറപ്പ് പറയാം. വഴിപാട് എന്ന് പറഞ്ഞ ഒരു ക്ഷേത്രത്തിൽ ഒരാൾ ചെന്നില്ലെങ്കിൽ പോലും, ഇപ്പോൾ കോവിഡ് ആരും പോയില്ല എങ്കിൽ പോലും ക്ഷേത്രങ്ങളിലെ കാര്യങ്ങൾ വഴിപാടുകളെല്ലാം പോലും മുടങ്ങിയോ? ഒന്നും മുടങ്ങിയില്ല. എന്ന് പറഞ്ഞ പോലെ നമ്മൾ ചെന്നില്ലെങ്കിലും അവിടെ ഓട്ടോമാറ്റിക് നടക്കുന്നൊരു കാര്യമാണ് വഴിപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ ദുരിത ശമനാർത്ഥം നമ്മളത് ചെയ്യുന്നത് മാത്രം. ക്ഷേത്രങ്ങളിൽ വെച്ച് ഒരുപാട് പേരുടെ കാര്യങ്ങൾ ചെയ്യണം, കുറ്റമായിട്ട് ഞാൻ പറയുകയല്ല. എല്ലാവരുടെയും കാര്യങ്ങൾ വൃത്തിയായിട്ട് ചെയ്യുന്ന ക്ഷേത്രങ്ങളുണ്ടെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞില്ല. ചില ക്ഷേത്രങ്ങൾ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ വഴിപാടായിട്ട് മാറുന്ന അവസ്ഥ. അത് പോയി ശംഖവും ഭസ്മവും ഇട്ട് ചന്ദനമിട്ട് പ്രസാദം കൊടുക്കുന്ന അവസ്ഥയാണ്. പലരും വന്ന വഴിപാടുകൾക്ക് മാത്രമായിട്ട് വഴിപാട് എഴുതിക്കൊണ്ട് പോയിട്ട് ചെയ്തിട്ട് ഗുണമില്ല എന്ന് പറയാം. നമുക്ക് ഒന്നും പറയാനൊക്കത്തില്ല. ഞാൻ ആദ്യമേ പറയും, വഴിപാടുകൾ 100% പോലും ഞാൻ ഉറപ്പ് പറയില്ല. നിങ്ങൾക്ക് വിശ്വാസമുള്ള നല്ല ക്ഷേത്രത്തിൽ നല്ല രീതിയിൽ കർമ്മങ്ങൾ ചെയ്യുന്ന കർമ്മികൾ ധാരാളമുണ്ട്, നല്ല പൂജാരിമാർ ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ ചെയ്യുക എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. എന്തായാലും ഈ കൂടോത്രം അഭിചാരമൊക്കെ സത്യം തന്നെയാണ്. ഇത് തിരിച്ചടികൾ ഉണ്ടാവും. നമുക്ക് ഒന്നേക്കും ദോഷം ഒരു മുള്ളുള്ള റബ്ബർ പന്ത് പോലെ നമ്മളെ തിരിച്ചു വിട്ട് കഴിയുമ്പോൾ അത് ചെയ്ത ആൾക്ക് തിരിച്ചടിക്കും. അത് ശിക്ഷ ഉണ്ടാവും. അത് നമ്മൾ കൊടുക്കുന്നതല്ല, ഈശ്വരൻ കൊടുക്കുന്ന. ചിലപ്പം അവർക്ക് നല്ല സമയമാണ്, അന്നേരം തിരിച്ചടി കിട്ടിയില്ല എന്ന് വരും. എന്നാലും വലിയ താമസമില്ല, തിരിച്ചടി കിട്ടും. അതുകൊണ്ട് ആർക്കും വിളിച്ചപേക്ഷ, കൂടോത്രം, ആഭിചാരം, മഹാഭിചാരം, സ്തംഭനാഭിചാരം
ഇങ്ങനെ സൽക്കർമ്മങ്ങൾ ഒന്നും നമുക്ക് ചെയ്യാതിരിക്കുക. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ കഴിവതും പറഞ്ഞു തീർക്കുക, രമ്യതയെ തീർത്ത് മുമ്പോട്ട് പോവുക. നമുക്ക് ആഭിചാരം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നല്ലൊരു കാര്യമല്ല. അതൊരു ദുർമൂർത്തിയെ കൊണ്ട് ഒരു ദാസ്യവിലയ്ക്കും തുല്യമാണ്. അത് ചെയ്യുന്ന ആൾക്കും ചെയ്യിപ്പിക്കുന്ന ആൾക്കും ഒക്കെ ഗുണത്തെക്കളേറെ ദോഷമേ ഉണ്ടാവുള്ളൂ. മനസ്സിലാക്കി പ്രവർത്തിക്കുക, മനനം ചെയ്യാൻ, ചിന്തിക്കാൻ കഴിവുള്ളവരാണ് മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ദുർമൂർത്തികൾ ഏത് തന്നെയായാലും നമുക്ക് തൽക്കാലത്തേക്കുള്ള ഒരു ശാന്തി മാത്രമേ ഉണ്ടാവുള്ളൂ, ദീർഘനാളത്തേക്കൊരു ശാന്തി ഉണ്ടാവില്ല. സൽമൂർത്തികൾ മാത്രമേ എന്നും ഒരുപോലെ നമുക്ക് അനുഗ്രഹമായിട്ട് നിൽക്കാറുള്ളൂ, നിന്ന ചരിത്രവും ഉള്ളൂ. ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.